നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം നഷ്ടമൊക്കെ നോക്കുമ്പോൾ നല്ല ലാഭമുണ്ട്, പക്ഷേ ക്യാഷ് കയ്യിലൊരിക്കലില്ല, കാശായിട്ട് കയ്യിലൊരിക്കലും നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നതാണ്. അത് ക്യാഷ് ഫ്ലോ പ്രോബ്ലം എന്ന് പറയും, ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് പ്രോബ്ലം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1-2 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടതാണ്. നമ്പർ 1, നിങ്ങൾ ക്യാഷ് ഫ്ലോ പ്രശ്നം പരിഹരിക്കാൻ ഓരോ മാസവും നിങ്ങൾ ചിലവ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടം മേടിക്കുന്നുണ്ടോ? ആ കടത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റിൽ നല്ല കാശ് പോകുന്നുണ്ട്, കടം തിരിച്ചടയ്ക്കാൻ നല്ല കാശ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം വരുന്ന ലാഭം മൊത്തം ഈ ഇൻട്രസ്റ്റിലും കാശിലും പോകുന്നു. അപ്പോൾ വീണ്ടും ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടുപോകാൻ, കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ കടമെടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ കടമായിരിക്കാം, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കാം. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പൈസ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ വരും. അത് സോൾവ് ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളിൽ ഒന്നാണ്, നിങ്ങൾക്കൊന്ന് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഓവർ ഡ്രാഫ്റ്റിന് പറ്റുമെങ്കിൽ ബാങ്കുമായിട്ട് സംസാരിച്ച് ലോണായിട്ട് മാറ്റാൻ നോക്കുക. ലോൺ കുറഞ്ഞ EMI നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അത് താൽക്കാലികമായിട്ട് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, ഒരുപാട് ബിസിനസ്സസ് അവർക്ക് ഈ ക്യാഷ് ഫ്ലോ പ്രോബ്ലം ഉള്ളതിന് കാരണം ക്ലയൻറ്റ് പ്ലേസ് ചെയ്യുന്ന ഓർഡർ മേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ക്ലയൻറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു, പക്ഷേ ആ ഓർഡർ പ്ലേസ് ചെയ്ത് പോലെ അവർ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങളുടെ കമ്പനിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഒരു അഡ്വാൻസ് മേടിക്കുക. രണ്ടാമത്, അഡ്വാൻസ് തരാൻ പറ്റിയില്ലെങ്കിൽ വലിയ ഓർഡർ വരുമ്പോൾ അത് ചെറിയ ബാച്ചായിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്യുക. 1000 പ്രോഡക്റ്റ് നിങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ആ 1000 പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ ഒരുമിച്ച് മേടിച്ച് അതിന് കാശ് കൊടുത്ത്, അതുപോലെ ഈ 1000 പ്രോഡക്റ്റ് ഒരുമിച്ച് ഡെലിവറി ചെയ്യുന്നതിന് പകരം 300 പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ മേടിച്ച് 300 പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. നിങ്ങളുടെ സ്ട്രെസ്, ക്യാഷിന് വേണ്ടിയിട്ടുള്ള സ്ട്രെസ് കുറച്ചെന്ന് പറയും. നാലാമത്, ക്രെഡിറ്റ് പീരീഡ് ഉണ്ടല്ലോ. എല്ലാ ക്ലയൻസിനും നിങ്ങൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ അവർ 1 മാസം കഴിഞ്ഞ് ക്യാഷ് തരും, 2 മാസം കഴിഞ്ഞ് ക്യാഷ് തരും, 10 ദിവസം 15 ദിവസം. ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ മേഖലയിലും ഓരോ ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെ ക്രെഡിറ്റ് പീരീഡ് നിങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പറ്റുന്നത്ര കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കുറയ്ക്കാൻ നോക്കുക. ഇപ്പോൾ 3 മാസം കഴിഞ്ഞാണ് കാശ് തരുന്നതെങ്കിൽ അത് 2 മാസം, 1 മാസം, 15 ദിവസം, അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും നിങ്ങൾ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ സാധനം മേടിക്കുന്ന സപ്ലൈസ് ഉണ്ടോ, ആ സപ്ലൈസിൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ള ക്രെഡിറ്റ് പീരീഡ് പറ്റുന്നത്ര കൂട്ടാൻ നോക്കുക. നിങ്ങളിപ്പോൾ അന്ന് തന്നെ പൈസ കൊടുക്കുന്നെങ്കിൽ അത് ഒരാഴ്ചയ്ക്ക് ക്രെഡിറ്റ് പീരീഡ് റിക്വസ്റ്റ് ചെയ്യുക. 1 മാസമാണെങ്കിൽ 1.5 മാസം, 2 മാസം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്ര രീതിയിൽ ഈ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കാൻ നിങ്ങൾ സപ്ലൈസിൻ്റെ അടുത്ത് ഒന്ന് അപേക്ഷിച്ച് നോക്കുക. പിന്നെ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോണിന് നിങ്ങളുടെ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ലോൺ എടുക്കുക അതൊന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ നോക്കുക. അതായത് ആ ലോണിൻ്റെ EMI കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലും ദൈർഘ്യം കൂട്ടാൻ പറ്റുന്ന രീതിയിലും ഒന്ന് സംസാരിച്ച് നോക്കാൻ പറ്റും നോക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ചെറിയ ബിസിനസ്സുകാർക്ക് ഉള്ളൊരു വലിയ പ്രോബ്ലമാണ് ഈ ക്യാഷ് ഫ്ലോ പ്രോബ്ലം. അത് ഈ രീതിയിലൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓരോ വിഷയത്തിനെക്കുറിച്ചും ഞാൻ കുറച്ചുകൂടെ ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങൾ കാണും. ഓക്കെ.